വെൽക്കം ബാക്ക്. അപ്പൊ വിജയുടെ 51ാം ബർത്ത്ഡേ ആയിട്ട് ഇവിടെ കുറെ വിജയ ആരാധകരുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാം, 51ാം ബർത്ത്ഡേ ആയിട്ട് എന്താണ് പറയണ്ടത്? ഹാപ്പി ബർത്ത്ഡേ വിജയണ്ണ. വിജയുടെ 51ാം ബർത്ത്ഡേ അടിച്ച് പൊളിച്ചിരിക്കുന്നു, നമ്മൾ അടിച്ച് പൊളിച്ചിരിക്കുന്നു. കണ്ടില്ല. അപ്പൊ വിജയുടെ എല്ലാ പടവും ഒരു ആവേശം പോലെ കത്തിയുടെ ഒരു റിലീസിന്റെ ഒരു സെലിബ്രേഷൻ ഇവിടെ കാണുന്നത്. അപ്പൊ ബാക്കി അന്ന് കണ്ട അതേ രീതി കിട്ടിയോ? വേറെ ലെവൽ കിട്ടി. FTFG ഫാൻ ഷോ പോലെയാണ്. അടിപൊളി അടിപൊളി കത്തി റിലീസ് നടത്തി നമ്മള്. കൊള്ളാം. അണ്ണൻ വേറെ ലെവല്, തീ തീ രോമാഞ്ചം രോമാഞ്ചം. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. വൈബ്, ഫുൾ വൈബ്. അണ്ണൻ വേറെ ലെവല്. അപ്പൊ നമ്മളെ വിജയ ഫാൻസിന്റെ കുറെ ആരാധകരുണ്ട്. നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ സമയത്ത് ഈ കത്ത് റിലീസ്? സൂപ്പർ. അന്ന് കണ്ട ഫീൽ ഉണ്ടായിരുന്നു. എന്തുണ്ട്? മൂവി സൂപ്പർ ആയിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പൊ വിജയുടെ 51ാം ബർത്ത്ഡേ ആയിരുന്നു. ഈ ഒരു ബർത്ത്ഡേ മാച്ച് ഈ ഒരു ഫിലിമിനെ പറ്റി നന്നായിട്ടുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. എല്ലാരും അന്നത്തെ പോലെ തന്നെ എന്താണ് അടിച്ചു പൊളിച്ചു നമ്മള്. എന്താണ് സെയിം വൈബിനുണ്ട്. കണ്ടില്ലേ? അപ്പം ഒരു കൂട്ടം ഇതേപോലെയുള്ള വിജയ ആരാധകർ ഇവിടെ ഉണ്ട്. അപ്പം എന്താണ് വിജയം? എന്താണ് നിങ്ങൾക്ക് 51ാം ബർത്ത്ഡേ ഈ ഒരു ഫിലിം, അപ്പൊ ഇത് കണ്ടതിന്റെ അന്നത്തെ പോലെ തന്നെ നമ്മൾ 11 വർഷത്തിന് മുമ്പ് എപ്പോഴും നമ്മൾ കണ്ടിരുന്ന ആ ഒരു ഫീൽഡിൽ തന്നെ ഇപ്പോഴും അതിനെക്കാട്ടി പവറിൽ തന്നെ നമ്മൾ കണ്ട് എൻജോയ്മെന്റ് ചെയ്തിട്ടുണ്ട് കിടിലായിട്ട്. ബ്രോ, ഓരോ രംഗങ്ങളും രോമാഞ്ചം. ഓ പണ്ട് തൊട്ട് തന്നെ അതേ രോമാഞ്ചം തന്നെ ഇപ്പോഴും. ഇപ്പതാ രോമങ്ങളൊക്കെ കണ്ടില്ലേ? ആരാധന്റെ താന്നിട്ടില്ല. ആ ഒരു പടം കണ്ടിറങ്ങിയിട്ട് പോലും പുള്ളിയുടെ ആ ഒരു സീനിൽ റോമിന്നില്ലോ. ബ്രോ പറയും. വിജയുടെ പടം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ, ഞാനൊക്കെ ഒരു 85 ജനിച്ചതാണ്. ആ സമയം തൊട്ടേ വിജയ് എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉയരാണ്. കാരണം എന്താ പറയുക, ഇനി വിജയുടെ പടം ഈ പഴയതൊക്കെ റിലീസ് ചെയ്ത ഈ ബ്രോക്ക് എനിക്ക് അവരുടെ പേരൊക്കെ നൽകണം. പക്ഷെ അവന്മാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളെപ്പോലുള്ളവർക്ക് വീണ്ടും വിജയ് സ്ക്രീനിൽ കാണാൻ പറ്റിയെന്നുള്ള അവസരം, അതായത് ഇന്നത്തെ ദിവസം 51ാം ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഈ ഒരു ഫിലിം ഇവിടെ റിലീസ് ചെയ്തത്. ആ സമയത്ത് കാണാൻ പറ്റിയത് നമുക്കൊരു വലിയ കാര്യം. പിന്നെ അവർ കേക്കൊക്കെ പറിച്ച് അതിൽ കൂടെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റി. പക്ഷെ വിജയ് എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് എടുത്ത ചില വിജയുടെ രക്തം നമ്മളൊക്കെ രക്തം ഒരുപോലെ ആയിരിക്കും. കാരണം എന്താ പറയുക, അത്ര പവറാണ് വിജയുടെ പടം. നല്ല. അപ്പൊ ഇനി ഒരു പേഴ്സണൽ കാര്യം, വിജയ് ഇപ്പം ഫിലിം ആക്ടിംഗ് മാറി ഒരു രാഷ്ട്രീയത്തിൽ പോകുന്നു. അപ്പൊ അത് പേഴ്സണൽ ആയിട്ട് എന്ത് കാണുന്നു? ഒരു നടനും ഒരു രാഷ്ട്രീയക്കാരായിട്ട് എന്ത് കാണുന്നു? കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ടാവും. രാഷ്ട്രീയത്തിൽ ഇറങ്ങി അതിൽ വ്യക്തമായിട്ട് കാഴ്ച. കാരണം നമ്മളെ ഇതിൽ തന്നെ കണ്ടില്ലേ, വ്യവസായികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു രംഗമായിരുന്നല്ലോ ഈ കത്തി സിനിമയിലും. അതുപോലെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യാനായിരിക്കും രാഷ്ട്രീയത്തിൽ. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ കാര്യം, ഇപ്പൊ ഒത്തിരി പേര് ഇതിനെ പറ്റി DID ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തിനു വേണ്ടിയാണ്? പൈസക്ക് വേണ്ടിയാണ്, വേറെ എന്തെങ്കിലും മൂല്യത്തിന് വേണ്ടി ചെയ്യുന്നുള്ളൂ. അതാണ് ഞാൻ ഒരു വിജയ ഫാൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഏത് രീതിക്ക് അത് കാണുന്നു? പൈസയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് സിനിമ തന്നെ ചെയ്താൽ മതി. കാരണം ഒരു വർഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സൗത്ത് ഇന്ത്യൻ നടന്മാരിൽ ഒരാളാണ് വിജയ്. അപ്പൊ അദ്ദേഹത്തിന് പണം ചെയ്യേണ്ട ഈ രാഷ്ട്രീയത്തിൽ ഒരു പൈസ കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു രീതിക്കല്ല, അദ്ദേഹം ഈ ഉള്ള പൈസ നമുക്ക് ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് വിനിയോഗിക്കാനുള്ള രീതിയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഈ സിനിമ ഇവിടെ ക്രിയേറ്റ് ചെയ്ത എല്ലാ സഹോദരന്മാർക്കും ഞങ്ങളുടെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പൊ വിജയ് 51ാം ബർത്ത്ഡേ പ്രമാണിച്ച് ഇത്രയും വലിയൊരു ഷോ ഫാൻസിലൂടെ സംഘടിച്ച ആൾക്കാരാണ് വിജയ് ഫാൻസിന്റെ അസോസിയേഷൻ. അപ്പൊ നമുക്ക് ചോദിക്കാം, ബോയ്സ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു ഷോയുടെ റിവ്യൂ? അടിച്ച് പൊളിച്ചില്ലേ നമ്മളെല്ലാവരും. എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു. ഇന്നലത്തെ രാത്രി മുതൽ നമുക്ക് ഉറക്കവും ഉറക്കവും ഇല്ലാതെ ഇതിന്റെ പിറകലായിരുന്നു. നമ്മളെ ജയ്ഷണ്ണാണ് കോട്ടക്കൽ ഐഡിയ കമ്മിറ്റി പ്രസിഡന്റ്. അണ്ണനും ഇവിടെ എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് മൊത്തം നടത്തിയത്. ഷൈപ്പി എണ്ണ, ജയ്ഷണ്ണ, ശിവ, അഭിനന്ദണ്ണ, ജയ്ഷണ്ണ, ജോൺസണ്ണ, ബദ്രി, അപ്പൂസ്, ഇവരെല്ലാവരും ചേർന്ന് കഷ്ടപ്പാടാണ് ഇതിന്റെ മൊത്തം എല്ലാവരും. എല്ലാം നമ്മൾ അണഞ്ഞ വേണ്ടി മാത്രമാണ്. കൊച്ചിൽ തൊട്ട് നമ്മൾ കണ്ടു വളർന്ന ഒരു മുഖമാണ് നമ്മൾ ദളപതി എന്നുള്ളത്. അത് നമ്മൾ ഇന്നും അങ്ങനെ ആയിരിക്കും, മരിക്കും വരെ അങ്ങനെ തന്നെ ആയിരിക്കും. എപ്പോഴും നമ്മൾ ദളപതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ മാത്രമായിരിക്കും. എപ്പോഴും ഇതേപോലെയാണ്, എപ്പോഴും ചങ്കിലാണ്. അത്രേ ഉള്ളൂ. അണ്ണൻ രാഷ്ട്രീയത്തിൽ പോയാലും
സിനിമയിൽ തിരിച്ച് വരും എന്നൊരു നമുക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ പോയാൽ തന്നെ നമ്മൾ എപ്പോഴും അണ്ണന് വേണ്ടി എപ്പോഴും കൂടെ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഇന്ന് തുടങ്ങിയല്ലേ, നമ്മൾ കൊച്ചിയിൽ തൊട്ടേ എല്ലാവരും ഇങ്ങനെ ഇവരൊക്കെ 90s തൊട്ടേ ഉള്ളതാണ് എല്ലാവരും. അവരൊക്കെ പണ്ട് തൊട്ടേ ഇതിന് വേണ്ടി പിറകെയുള്ള കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ ഞാൻ കണ്ടില്ലേ, അപ്പോൾ വിജയ് എന്നൊരു വ്യക്തി മാത്രമല്ല, എല്ലാവരും എന്താണ് ഒരു ഊർജവും നമ്മളെ ദേഹത്തുള്ള രക്തം കൂടിയാണ്. അപ്പൊ ഇത്രയും വിജയുടെ ബർത്ത്ഡേ ആയിട്ട് ഈ ഒരു ഷോ ഇവിടെ ചോദിക്കുമ്പോ ഇവിടെ സംഘടിപ്പിച്ചു. അപ്പൊ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കുഴപ്പമില്ല, നമ്മള് സാധാരണ ഷോ ചെയ്ത് ശീലമുള്ളതുകൊണ്ട് വിഷയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ സ്വന്തം നാട്ടിലൊരു തിയേറ്റർ വന്നത്, അനു സിനിമാസ്. അപ്പോൾ അവര് നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, സഹകരിച്ചു. അതുകൊണ്ട് അവർക്ക് ആണ് പ്രത്യേകം നന്ദി അറിയിക്കുന്നത്. അപ്പൊ ഇനി ഒരു